ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. കൺസ്ട്രക്ഷനിൽ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്താലും 3 മെയിൻ സ്റ്റേജസിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? ആർക്കിടെക്ചറലുണ്ട്, സ്ട്രക്ചറലുണ്ട്, അതേപോലെ എന്താണ് MEP. ഇതാണ് നമ്മൾ ബ്രേക്ക് ചെയ്താൽ, നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സിനെ ബ്രേക്ക് ചെയ്താൽ മെയിനായിട്ട് വരുന്ന 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. മെയിൻ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണിത്. സോ എന്താണ് ആർക്കിടെക്ചർ? നമുക്കറിയാം, അതൊരു എന്താ പറയുക, മെയിൻലി നമ്മളെ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അസ്തെറ്റിക് വ്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് എന്ത്, ആർക്കിടെക്ചറൽസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ വർക്ക് എന്ന് പറയുന്നത്. ബിൽഡിംഗ് ലേഔട്ട്, ഫ്ലോർ പ്ലാൻസ്, ഫെസൈഡ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്, നാച്ചുറൽ ലൈറ്റ്, വെൻറ്റിലേഷൻ, അതേപോലെ തന്നെ അങ്ങനത്തെ എല്ലാ റെഗുലേഷൻസിനെയും നമ്മൾ എന്താണ് ആർക്കിടെക്ചറാണ് ഇതാക്കുന്നത്. സോ ഒരു ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ ആർക്കിടെക്റ്റ് എന്ന് പറയാം. ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്ത്, ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. അതൊരു അസ്തെറ്റിക് ആയിട്ടുള്ള വ്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് എന്താ, ആ എഞ്ചിനീയേഴ്സ് എന്തായിരിക്കും മെയിനായിട്ട് എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത്, സേഫ്റ്റി, ആ ഒരു കാറ്റഗറിയിലാണ് എന്ത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻ ഫൗണ്ടേഷൻ, കോളം, ബീംസ്, സ്ലാബ്, മെറ്റീരിയൽ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി, ഇതിനൊക്കെയാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, നമ്മൾ സ്കെൽട്ടൺ ആകില്ല, സ്കെൽട്ടൺ ഓഫ് ബിൽഡിംഗ്, ആ ഒരു പ്രൊജക്റ്റിൻ്റെ സ്കെൽട്ടൺ തന്നെ അവരാണ് തീരുമാനിക്കുന്നത്. ദെൻ വാട്ട് ഈസ് MEP എന്താണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്. മെക്കാനിക്കൽ അറിയണത് എന്തിനായിരിക്കും? എയർ കണ്ടീഷൻ, വെൻറ്റിലേഷൻ, HVAC വർക്ക്സ് ഒക്കെ. സോ ഇലക്ട്രിക്കലോ, ലൈറ്റനിങ്, പവർ, ആ ഒരു ടാറ്റ നെറ്റ്വർക്ക്സ് ഒക്കെ. പ്ലംബിംഗ്, വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രൈനേജ്, ഫയർ പ്രൊട്ടക്ഷൻ, എവരിത്തിങ്. സോ എന്താണ് ഞാനതിന് പറയാൻ കാരണം എന്ന് മനസ്സിലായോ? ഈ ഒരു 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ 3 കൂടി ചേർന്നതല്ലേ, അല്ലേ? ഡെഫിനറ്റ്ലി അവർ ടുഗദർ ആയിട്ടുള്ള ഒരു വർക്കായിരിക്കും എന്ത്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു എന്താ അപ്പിയറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ബീം, അതിൻ്റെ സ്ട്രെങ്തനിങ് ആയിക്കോട്ടെ, അതിൻ്റെ ജസ്റ്റ് കമ്പാരിസൺ ഫോം നോക്കി ആ ഒരു ആസ്തറ്റിക് സ്പേസ് പ്ലാനിങ് ഉണ്ടാവും. ഒരു ആർക്കിടെക്ചറിൽ, സ്ട്രക്ചറിൽ, MEP അങ്ങനെ അതിൻ്റെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ആർക്കിടെക്ചറിൽ മെയിൻലി ആസ്തറ്റിക് ആയിരിക്കും, സ്പേസ് പ്ലാനിങ്, അതുപോലെ തന്നെ ഫങ്ക്ഷനാലിറ്റി. Then structural engineers are stability, strength and safety of the structure. And MEP, building system, HVAC, power, water, fire system and everything handling the MEP. സോ ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിലിത് വായിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. കമ്പാരിസൺ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് കാറ്റഗറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനി കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷനിലും ഈ 3 കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതിൽ സോഫ്റ്റ്വെയർ യൂസ്ഡ് നോക്കാം. ഓട്ടോക്യാഡ്, റിവറ്റ്, ആർക്കിടെക്ചർ, അങ്ങനെ സ്കെച്ചപ്പ് എന്നുള്ള ആർക്കിടെക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട്. സ്ട്രക്ചറിലോ ഇഡാപ്സ്, സ്റ്റാഡ് പ്രോ, റിവറ്റ്, അങ്ങനത്തെ എല്ലാം. പിന്നെ ആണെങ്കിലും MEP ആണെങ്കിലോ ഓട്ടോക്യാഡ്, MEP ഉണ്ട്, റിവറ്റ് ഉണ്ട്, റിവറ്റ് MEP, അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയർസ് ആ ഒരു കാറ്റഗറിയിലുണ്ട്. മെയിൻലി നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി അറിയണത് ഡിസൈൻ, ലേഔട്ട്, ഫെസൈഡ്സ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ലുക്ക്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, ആർക്കിടെക്ചറിൽ. മറ്റേ എന്തായിരിക്കും സ്ട്രക്ചറിൽ? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഫൗണ്ടേഷൻ, ബീം, കോളം, അങ്ങനെ ലോഡ് കാൽക്കുലേഷൻസ്, ഇങ്ങനെ സ്ട്രക്ചറൽ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാറ്റഗറിയും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ദെൻ MEP ആണെങ്കിലോ മെക്കാനിക്കൽ, AC, വെൻറ്റിലേഷൻ, ഇലക്ട്രിക്കൽ, പവർ, ലൈറ്റനിങ്, പ്ലംബിംഗ്, വാട്ടർ ആൻഡ് എവറിത്തിങ്, ആ ഒരു കാറ്റഗറി. ദെൻ ആർക്കിടെക്ചേഴ്സ് എന്തായിരിക്കും? ബിൽഡിംഗ് ലുക്ക് ഗ്രേറ്റ് ആൻഡ് ഫ്ലോ വെൽ. ദെൻ സ്ട്രക്ചറിലോ മേക്സ് ഷുവർ ഇറ്റ് സ്റ്റാൻഡ് സ്ട്രോങ്. MEP എഞ്ചിനീയേഴ്സോ ആ ഒരു കാറ്റഗറിയിൽ ഒരു ഫുള്ളി സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് എന്തായിരിക്കും? MEP.